ആലപ്പുഴ നീലംപേരൂർ ഗ്രാമപഞ്ചായത്തിലെ എൻഡിഎയുടെ വിജയത്തിലും കുട്ടനാട്ടിലെ എൽഡിഎഫിന്റെ ദയനീയ പരാജയത്തിലും വിറളിപൂണ്ട സിപിഎം സംഘർഷം സൃഷ്ടിക്കുന്നു. നീലംപേരൂർ ചേന്നങ്കരിയിൽ ഡിവൈഎഫ്ഐ ജില്ലാ നേതാവിന്റെ നേതൃത്വത്തിൽ സംഘർഷം സൃഷ്ടിച്ചതിന് പിന്നിൽ ബിജെപി പ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ തടസ്സപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമെന്ന് ആക്ഷേപമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ സിപിഎമ്മിന് ലഭിച്ചിരുന്ന വോട്ടിൽ വലിയ കുറവുണ്ടായെന്ന് കണ്ടാണ് കുട്ടനാട്ടിലെ നീലംപേരൂർ ചേന്നങ്കരിയിൽ സംഘർഷമുണ്ടാക്കാനായി സിപിഎം ഏരിയ സെന്റർ അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ കെ.ആർ. രാംജിത്തും സംഘവും എത്തിയത്. ബിജെപി അനുഭാവികളുടെ വീട്ടിൽ കയറി വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ വ്യാപകമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അവർ പ്രകോപനം സൃഷ്ടിച്ചതെന്ന് ബിജെപി പ്രവർത്തകർ പറയുന്നു. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ബിജെപി പ്രവർത്തകരെ സംഘടിച്ചെത്തിയ സിപിഎം പ്രവർത്തകർ പ്രകോപനം കൂടാതെ തന്നെ ആക്രമിക്കുകയായിരുന്നു. നീലംപേരൂർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായ രാഷ്ട്രീയ മാറ്റം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജനപ്രതിനിധികളായിട്ടുള്ള 3 പേരെ ചേർത്ത് ഇത്തരത്തിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തില്ലാതിരുന്ന ബിജെപി ജനപ്രതിനിധികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഇതിന് പിന്നിൽ 21 നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് തടയിടാൻ പോലീസിനെ കൂട്ടുപിടിച്ചുള്ള ശ്രമമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ 5 ബിജെപി RSS പ്രവർത്തകരെ പ്രതികളാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ജനം, ആലപ്പുഴ.